തീരാത്ത കനിവിൻ്റെ കനലാണു തീക്കനൽ. അണയുവാനൊരുങ്ങും ഈ ചാരത്തെ അഗ്നിയായി മാറ്റിടും തീക്കനൽ. തീക്കനൽ തീക്കനൽ തീക്കനൽ. ദൈവത്തിന് അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമ്മൾ എപ്പോഴും മറ്റുള്ളവരെ ശരിയാക്കാൻ നടക്കുക. നമ്മളെവിടാണ് ശരിയാകണമെന്ന് നോക്കണം. അപ്പോൾ അതിനകത്ത് 2 തിമോഥെയോസ് 2:20 അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് പറയുന്ന ഒരു കാര്യമുണ്ട്. എന്നാൽ ഒരു വലിയ വീട്ടിൽ പൊന്നും വെള്ളിയും കൊണ്ടുള്ള സാമാനങ്ങൾ മാത്രമല്ല, മരവും മണ്ണും കൊണ്ടുള്ളവയും ഉണ്ട്. ചിലത് മാന്യകാര്യത്തിനും ചിലത് ഹീനകാര്യത്തിനും ഉപയോഗിക്കുന്നു. നീ ഒരു ഹീനനായി പോയി, അല്ലെ നിന്നെ ഉപയോഗിക്കുന്നില്ല, നിന്നെ ഒന്നിനും ആരും എടുക്കുന്നില്ല. മറ്റത് ചിലത് മാന്യമായി വരുന്നു. അപ്പം നമ്മൾ തന്നെ അങ്ങ് അസസ് ചെയ്യുക. ഒരു വീട്ടിൽ പാത്രമുള്ളതുപോലെയാണ് മനുഷ്യനുള്ളത്. എന്നാൽ ദൈവം അതിൻ്റെ അകത്ത് ഏതാണ് ഉപയോഗിക്കുന്നതെന്ന് ദൈവത്തിന് ഇതിനെ ഉടച്ചു വാർക്കാനുള്ള സംവിധാനമുണ്ട് ദൈവത്തിൻ്റെ പക്കൽ. Vessels of wood and clay, we are still God's creation. We can don't pray for God to change someone else. എൻ്റെ ഭാര്യ നന്നാകണം, എൻ്റെ ബോസ് നന്നാകണം, എൻ്റെ കുട്ടി നന്നാകണം. നീ പ്രാർത്ഥിക്കുന്നത് വിതൗട്ട് ഫസ്റ്റ് പ്രേയിങ് ഗോഡ് ഷോ മീ വേർ ഐ നീഡ് ടു ചേഞ്ച്. ദൈവം നീ എന്നെ ഒന്ന് കാണിച്ചേ, ഞാൻ എവിടെയാണ് നന്നാകേണ്ടത്. അങ്ങനെ ഒന്ന് പ്രാർത്ഥിച്ചേ. അങ്ങനെ ആകുമ്പോഴാണ് നമ്മൾ എവിടെയാണ് നന്നാകേണ്ടതെന്ന് നോക്കുമ്പോഴാണ് നമ്മൾ ഏർപ്പെടുന്ന എല്ലാ മേഖലകളിലും നമുക്ക് നിലനിൽക്കാൻ സാധിക്കുന്നത്. മറ്റുള്ളവരെ കുറ്റം പറഞ്ഞ് 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 സങ്കടപ്പെട്ട് വേദനപ്പെട്ട് നമ്മളിരുന്നാൽ ഓക്കെയല്ല. ഞാൻ എവിടെയാണ് നന്നാകേണ്ടത് എന്ന് ഞാൻ നോക്കി ജീവിക്കുമ്പോൾ വേറൊരുത്തരെ നന്നാക്കാൻ നോക്കിയാൽ അവൻ നന്നാകേണ്ടടുത്ത് നന്നാകും, അല്ലാത്തത് നന്നാകുകയില്ല. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിൽ, പരിശുദ്ധാത്മാവിൻ്റെ കൃപയിൽ മുൻപോട്ട് നീങ്ങുമ്പോൾ നമ്മളെ തന്നെ എപ്പോഴും സൂക്ഷിച്ച് ശരിയാക്കി മറ്റുള്ളവരുടെ മേൽ പഴിയാരാതെ നമ്മളിൽ തന്നെ ധൈര്യമായിട്ട് മുൻപോട്ട് പോകുവാൻ സാധിക്കുമ്പോൾ മറ്റുള്ളവൻ തനിയെ നന്നാവും, അല്ലെങ്കിൽ അവൻ മാറിപ്പോയിക്കൊള്ളും. കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാം. കർത്താവേ, പരിശുദ്ധ പിതാവേ, ഞങ്ങളിൽ തന്നെ നോക്കി ഞങ്ങളെവിടെയാണോ നന്നാകേണ്ടതെന്ന് നോക്കി ജീവിക്കുവാൻ ഞങ്ങളെ ഉടച്ചു വാർക്കുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഒരു ഭവനത്തിലുള്ളതുപോലെ, ഒരു ഭവനത്തിൽ പാത്രങ്ങളുള്ളതുപോലെ, മാന്യകാര്യത്തിനും ഹീനകാര്യത്തിനും പാത്രങ്ങളുള്ളതുപോലെ ദൈവമാണ് ഞങ്ങളുടെ ക്രിയേറ്റർ. ഞങ്ങളെ ഉടച്ചു വാർത്ത് ഹീനകാര്യത്തിനുള്ള ഉപയോഗിക്കുന്ന ഞങ്ങളെ മാന്യകാര്യത്തിന് ഉപയോഗിക്കുവാൻ ഉടച്ചു വാർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അപ്രകാരമാക്കി തീർക്കുമെന്ന കാര്യങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ഈ വചനം കാണുന്ന കേൾക്കുന്ന എല്ലാവരുടെ പേരും ആ ശക്തി പകർന്നാട്ടോ. ഒരു ആഴ്ചവട്ടക്കാലം അവസാനിക്കുമ്പോൾ ഈ തിരക്കേറിയ ഈ ആഴ്ചവട്ടത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി വ്യാപരിച്ചതുകൊണ്ട് സ്തോത്രം ചെയ്യുന്നു. യേശുവെ നന്ദി, യേശുവെ സ്തോത്രം, യേശുവെ ആരാധന, യേശുവെ മഹത്വം. ഞങ്ങളുടെ മുഖ്യമന്ത്രി, ഗവർണർ, പ്രധാനമന്ത്രി, ലോകരാജ്യങ്ങളുടെ പ്രസിഡന്റുമാർ, പ്രധാനമന്ത്രിമാർ, വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ, MP-മാർ, MLA-മാർ, ബഹുമാനമുള്ള കോടതികളുടെ വക്കീലുമാർ, ലോകമെമ്പാട് സുവിശേഷം അറിയിക്കുന്നവർ, വിവിധ ചാനലുകളിൽ ജോലി ചെയ്യുന്നവർ, ഫോട്ടോഗ്രാഫേഴ്സ്, WHO, ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ്, റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ്, പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ്, അർദ്ധ ഗവൺമെൻറ് സ്ഥാപനങ്ങൾ, ആശുപത്രികൾ, ഡോക്ടേഴ്സ്, നഴ്സസ്, മറ്റ് സ്റ്റാഫുകൾ, മരുന്ന് കമ്പനിക്കാർ, മരുന്ന് കച്ചവടക്കാർ, മരുന്ന് വിതരണക്കാർ, ആംബുലൻസ് ഡ്രൈവേഴ്സ്, വഴിയോര കച്ചവടക്കാർ, സ്കൂളുകൾ, കോളേജുകൾ, ഓർഫനേജുകൾ, ജയിലുകളിൽ കഴിയുന്നവർ, ബെഡുകളായിട്ടുള്ളവർ, വിശ്രമജീവൻ നയിക്കുന്നവർ, വഴിയോരങ്ങളിൽ കഴിയുന്നവർ, ആരുമില്ലാത്തവർ, എല്ലാവരും പുറം തള്ളപ്പെട്ടവർ, ആരും ഗവനിക്കുന്നില്ലെന്ന് കഴിയുന്നവർ, നിരാശ മനോഭാവത്തിൽ കഴിയുന്നവർ, എപ്പേർപ്പെട്ടവർക്കായും പ്രാർത്ഥിക്കുന്നു. ജീവിതം തകർത്തടിച്ച് നടക്കുന്നവർ, എപ്പേർപ്പെട്ടവർക്കും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി വ്യാപരിക്കണം. യേശുവെ നന്ദി, യേശുവെ സ്തോത്രം, യേശുവെ ആരാധന, യേശുവെ മഹത്വം. ദൈവത്തിൻ്റെ കൃപയുള്ള കരുതലിൽ കാവലിൽ നിങ്ങളെ ഫലമേൽപ്പിക്കുന്ന കർത്താവ് അനുഗ്രഹിച്ച് കാക്കട്ട്. കർത്താവ് തരുന്ന പ്രസാദം ഉയർത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇങ്ങനെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും എന്ന ത്രിയേക ദൈവത്തിന് നിരന്തര സാന്നിധ്യ സഹായ അനുഗ്രഹങ്ങൾ, നന്മകൾ, വാഴുകൾ, പ്രാർത്ഥനാർത്ഥ എല്ലാ കാര്യങ്ങളും വേലും വചനം കണ്ട കേട്ട എല്ലാ പ്രിയപ്പെട്ടവരുടെ കുടുംബങ്ങളുടെ മേലും അവരായിരിക്കുന്ന മേഖലകളിൽ പോലും വരും
കാലാവസ്ഥാനം കൂടാതെ നിന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. ഗോഡ് ബ്ലസ് യു.